ഒന്ന് ദിനവൃത്താന്തം അധ്യായം 19. അമോന്യ രാജാവായ നാഹാഷ് മരിച്ചു. അവന്റെ മകൻ പകരം രാജാവായി. അപ്പോൾ ദാവീദ് പറഞ്ഞു, നാഹാഷിന്റെ പുത്രൻ ഹാനൂനോട് ഞാൻ ദയാപൂർവം വർത്തിക്കും. എന്തെന്നാൽ അവന്റെ പിതാവ് എന്നോടും കാരുണ്യപൂർവ്വം വർത്തിച്ചു. പിതാവിന്റെ നിര്യാണത്തിൽ ഹാനൂനെ ആശ്വസിപ്പിക്കാൻ ദാവീദ് ദൂതന്മാരെ അയച്ചു. ദൂതന്മാർ അമോന്യരുടെ നാട്ടിൽ ഹാനൂന്റെ അടുത്ത് അവനെ ആശ്വസിപ്പിക്കാനെത്തി. അപ്പോൾ അമോന്യ പ്രമാണികൾ ഹാനൂനോട് ചോദിച്ചു, ദാവീദ് അങ്ങയുടെ അടുത്ത് ആശ്വാസകരെ അയച്ചത് അങ്ങയുടെ പിതാവിനെ ബഹുമാനിക്കാനാണെന്ന് വിചാരിക്കുന്നുവോ? ദേശം ഒറ്റുനോക്കി അതിനെ കീഴടക്കാനല്ലേ അവർ വന്നിരിക്കുന്നത്? അതുകൊണ്ട് ഹാനൂൻ ദാവീദിന്റെ ദൂതന്മാരെ താടിയും ശിരസ്സും മുണ്ടനം ചെയ്ത് അര മുതൽ പാദം വരെ അങ്കി മുറിച്ചു കളഞ്ഞ് വിട്ടയച്ചു. അവർക്ക് സംഭവിച്ചത് ദാവീദ് അറിഞ്ഞു. അവൻ അവരെ സ്വീകരിക്കാൻ ആളയച്ചു. അവർ ലജ്ജാഭരിതരായിരുന്നു. താടി വളരുന്നതുവരെ ജെറിക്കോയിൽ താമസിച്ച് തിരികെ വരാൻ രാജാവ് അവരോട് കൽപ്പിച്ചു. തങ്ങൾ ദാവീദിന്റെ ശത്രുത സമ്പാദിച്ചെന്ന് അമോന്യർക്ക് മനസ്സിലായി. അവർ 1000 താലന്ത് വെള്ളിക്ക് രഥങ്ങളെയും കുതിരപ്പട്ടാളത്തെയും മെസൊപ്പൊട്ടോമിയ, ആരാമാക്ക, സോബ എന്നിവിടങ്ങളിൽ നിന്ന് കൂലിക്കെടുത്തു. അവർ 32,000 രഥങ്ങൾ കൂലിക്ക് വാങ്ങി. അതുപോലെ മാക്കായിലെ രാജാവിനെയും സൈന്യങ്ങളെയും. അവർ മേദേബായ്ക്ക് മുൻപിൽ പാളയമടിച്ചു. പട്ടണങ്ങളിൽ നിന്ന് സൈന്യത്തിലെടുത്ത അമോന്യരും യുദ്ധത്തിന് പുറപ്പെട്ടു. ഇത് കേട്ട് ദാവീദ് യോവാബിനെയും ധീരയോദ്ധാക്കളുടെ മുഴുവൻ സൈന്യത്തെയും അങ്ങോട്ടയച്ചു. അമോന്യർ നഗര കവാടത്തിൽ അണിനിരന്നു. അവരെ സഹായിക്കാൻ വന്ന രാജാക്കന്മാർ തുറന്ന സ്ഥലത്ത് നിലയുറപ്പിച്ചു. മുൻപിലും പിൻപിലും ശത്രു സൈന്യം അണിനിരന്നിരിക്കുന്നത് കണ്ട് യോവാബ് ഇസ്രായേലിലെ ധീരന്മാരെ തിരഞ്ഞെടുത്ത് സിറിയായ്ക്കെതിരെ ചെന്നു. ശേഷിച്ച സൈനികരെ അവൻ തൻ്റെ സഹോദരനായ അബിഷായിയെ ഏൽപ്പിച്ചു. അവൻ അമോന്യരെ നേരിട്ടു. യോവാബ് പറഞ്ഞു, സിറിയാക്കാർ എന്നേക്കാൾ ശക്തരാണെങ്കിൽ നീ എന്നെ സഹായിക്കണം. അമോന്യർ നിന്നേക്കാൾ ശക്തരായി കണ്ടാൽ ഞാൻ നിന്നെ സഹായിക്കാം. ധൈര്യമായിരിക്കുക. നമ്മുടെ ജനത്തിനും നമ്മുടെ ദൈവത്തിൻ്റെ പട്ടണത്തിനും വേണ്ടി നമുക്ക് സുധീരം പോരാടാം. കർത്താവ് നന്മയെന്ന് തോന്നുന്നത് പ്രവർത്തിക്കട്ടെ. യോവാബും അനുയായികളും സിറിയാക്കാരുടെ നേരെ പുറപ്പെട്ട് അവരെ തോൽപ്പിച്ചോടിച്ചു. സിറിയാക്കാർ പലായനം ചെയ്തെന്ന് കണ്ട് അമോന്യർ യോവാബിന്റെ സഹോദരനായ അബിഷായിയുടെ മുൻപിൽ നിന്ന് ഓടി പട്ടണത്തിൽ പ്രവേശിച്ചു. യോവാബ് ജെറുസലേമിലേക്ക് മടങ്ങി. തങ്ങൾ ഇസ്രായേലരുടെ മുൻപിൽ പരാജിതരായെന്ന് കണ്ട് സിറിയാക്കാർ ദൂതന്മാരെ അയച്ച് യൂഫ്രട്ടീസിന് മറുകരയുണ്ടായിരുന്ന സിറിയാക്കാരെ വരുത്തി. ഹദദേസറിന്റെ സേനാനായകൻ ഷോഫാക്കാണ് അവരെ നയിച്ചത്. ദാവീദ് ഇതറിഞ്ഞ് ഇസ്രായേലിനെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി ജോർദാൻ കടന്ന് സൈന്യത്തെ അണിനിരത്തി അവർക്കെതിരെ പൊരുതി. സിറിയാക്കാർ ഇസ്രായേലിന്റെ മുൻപിൽ തോറ്റോടി. ദാവീദ് സിറിയാക്കാരുടെ 7,000 തേരാളികളെയും 40,000 വരുന്ന കാലാൾപ്പടയെയും സേനാനായകൻ ഷോഫാക്കിനെയും നിഗ്രഹിച്ചു. ഇസ്രായേലിയർ തങ്ങളെ പരാജയപ്പെടുത്തിയെന്ന് കണ്ട് ഹദദേസറിന്റെ ദാസന്മാർ ദാവീദുമായി സന്ധി ചെയ്ത് അവന് കീഴടങ്ങി. പിന്നീട് സിറിയാക്കാർ അമോന്യരെ സഹായിക്കാൻ പോയില്ല. 1 ദിനവൃത്താന്തം അധ്യായം 20. രാജാക്കന്മാർ യുദ്ധത്തിന് പോകാനുള്ള വസന്തകാലം സമാഗതമായപ്പോൾ യോവാബ് സൈന്യസമേതം അമോന്യരെ ആക്രമിച്ച് റബ്ബ ഉപരോധിച്ചു. ദാവീദ് ജെറുസലേമിൽ തന്നെ താമസിച്ചു. യോവാബ് റബ്ബയെ ആക്രമിച്ചു നശിപ്പിച്ചു. ദാവീദ് അവരുടെ രാജാവിന്റെ കിരീടം എടുത്തു. 1 താലന്ത് സ്വർണം കൊണ്ടാണ് അത് നിർമ്മിച്ചിരുന്നത്. അതിൽ വിലയേറിയ ഒരു രത്നവും പതിച്ചിട്ടുണ്ടായിരുന്നു. അവനത് തൻ്റെ ശിരസിൽ അണിഞ്ഞു. പട്ടണത്തിൽ നിന്ന് ധാരാളം കൊള്ളമുതലും അവൻ കൊണ്ടുപോന്നു. അവിടുത്തെ ജനങ്ങളെ കൊണ്ടുവന്ന് അറക്കവാളും ഇരുമ്പുപാരയും കോടാലിയും കൊണ്ടുള്ള ജോലിക്ക് നിയോഗിച്ചു. അമോന്യരുടെ എല്ലാ പട്ടണങ്ങളോടും അവൻ ഇങ്ങനെ ചെയ്തു. അനന്തരം ദാവീദും സകല ജനവും ജെറുസലേമിലേക്ക് മടങ്ങിപ്പോന്നു. പിന്നീട് ഫിലിസ്ത്യർക്കെതിരെ ഗേസറിൽ യുദ്ധം ആരംഭിച്ചു. ആ യുദ്ധത്തിൽ ഹുഷാത്യനായ സിബക്കായി മല്ലന്മാരുടെ സന്തതികളിൽ ഒരാളായ സിപ്പായിയെ വധിച്ചു. അതോടെ ഫിലിസ്ത്യർ കീഴടങ്ങി. ഫിലിസ്ത്യർക്കെതിരെ വേറൊരു യുദ്ധം കൂടെ ഉണ്ടായി. അതിൽ ജായറിന്റെ മകനായ എൽഹനാൻ ഹിത്തിനായ ഗോലിയാത്തിന്റെ സഹോദരൻ ലഹ്മിയെ വധിച്ചു. അവന്റെ കുന്തത്തണ്ട് നെയ്ത്തുകാരന്റെ ഓടം പോലെയായിരുന്നു. ഗത്തിൽ വെച്ച് വീണ്ടും യുദ്ധമുണ്ടായി. അവിടെ ദീർഘകായനും കൈക്കും കാലിനും 6 വീതം 24 വിരലുള്ളവനുമായ ഒരുവൻ ഉണ്ടായിരുന്നു. അവനും മല്ലവംശത്തിൽപ്പെട്ടവനായിരുന്നു. അവൻ ഇസ്രായേലിനെ അധിക്ഷേപിച്ചപ്പോൾ ദാവീദിന്റെ സഹോദരനും ഷിമെയായുടെ പുത്രനുമായ ജോനാഥൻ അവനെ കൊന്നു. ഗത്തിലെ മല്ലവംശജരായ ഇവർ ദാവീദിന്റെയും ദാസന്മാരുടെയും കയ്യാൽ നശിപ്പിക്കപ്പെട്ടു.
1 ദിനവൃത്താന്തം അധ്യായം 21. സാത്താൻ ഇസ്രായേലിനെതിരെ ഉണർന്ന് ഇസ്രായേലിന്റെ ജനസംഖ്യ എടുക്കാൻ ദാവീദിനെ പ്രേരിപ്പിച്ചു. ദാവീദ് യോവാബിനോടും സേനാനായകന്മാരോടും കൽപ്പിച്ചു, നിങ്ങൾ ബേർശേബ മുതൽ ദാൻ വരെയുള്ള ഇസ്രായേലരെ എണ്ണുവിൻ, എനിക്ക് അവരുടെ സംഖ്യ അറിയണം. യോവാബ് പറഞ്ഞു, കർത്താവ് ജനത്തെ 100 ഇരട്ടി വർദ്ധിപ്പിക്കട്ടെ. എൻ്റെ യജമാനനായ രാജാവേ, അവർ അങ്ങയുടെ ദാസന്മാരല്ലയോ? പിന്നെ എന്തുകൊണ്ടിങ്ങനെ ആവശ്യപ്പെടുന്നു? ഇസ്രായേലിൽ എന്തിന് അപരാധം വരുത്തുന്നു? യോവാബിന് രാജകൽപ്പന അനുസരിക്കേണ്ടി വന്നു. അവൻ ഇസ്രായേൽ മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് ജെറുസലേമിൽ തിരിച്ചെത്തി. യോവാബ് ജനസംഖ്യ ദാവീദിനെ അറിയിച്ചു. ഇസ്രായേലിൽ യോദ്ധാക്കളാകെ 11,00,000, യൂദായിൽ 4,70,000. എന്നാൽ ലേവ്യരെയും ബെഞ്ചമിൻ ഗോത്രജരെയും യോവാബ് എണ്ണിയില്ല. കാരണം രാജകൽപ്പനയോട് അവന് വലിയ വിദ്വേഷം തോന്നി. ജനത്തിന്റെ കണക്കെടുത്തത് ദൈവത്തിന് അനിഷ്ടമായി. അവിടുന്ന് ഇസ്രായേലിനെ ശിക്ഷിച്ചു. ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഇതുവഴി ഞാൻ വലിയ പാപം ചെയ്തുപോയി. അവിടുത്തെ ദാസന്റെ അകൃത്യം ക്ഷമിക്കണമേ. വലിയ ഭോഷത്വമാണ് ഞാൻ ചെയ്തത്. കർത്താവ് ദാവീദിന്റെ ദീർഘദർശിയായ ഗാദിനോട് അരുളി ചെയ്തു, ദാവീദിനോട് പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ പറയുന്ന 3 കാര്യങ്ങളിൽ ഒന്ന് നിനക്ക് തിരഞ്ഞെടുക്കാം, അത് ഞാൻ നിന്നോട് ചെയ്യും. ഗാദ് ദാവീദിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക. 3 വർഷത്തെ ക്ഷാമം, അല്ലെങ്കിൽ 3 മാസം ശത്രുക്കളുടെ നിരന്തരമായ ആക്രമണവും നിന്റെ പലായനവും, അതുമല്ലെങ്കിൽ 3 ദിവസം മഹാമാരിയാകുന്ന ഖഡ്ഗം കൊണ്ട് കർത്താവിന്റെ ദൂതൻ നടത്തുന്ന സംഹാരം. എന്നെ അയച്ചവനോട് ഞാൻ എന്തു പറയണമെന്ന് തീരുമാനിക്കുക. ദാവീദ് ഗാദിനോട് പറഞ്ഞു, ഞാൻ വലിയ വിഷമസന്ധിയിൽപ്പെട്ടിരിക്കുന്നു. മനുഷ്യരുടെ കരങ്ങളിൽ പതിക്കുന്നതിനേക്കാൾ കർത്താവിന്റെ കരങ്ങളിൽ പതിക്കുന്നതാണ് ഭേദം. അവിടുത്തെ കാരുണ്യം വലുതാണല്ലോ. കർത്താവ് ഇസ്രായേലിൽ മഹാമാരി അയച്ചു. 70,000 ഇസ്രായേലിൽ മരിച്ചു വീണു. ജെറുസലേം നശിപ്പിക്കാൻ ദൈവം ദൂതനെ അയച്ചു. അവൻ നഗരം നശിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ കർത്താവ് മനസ്സുമാറ്റി സംഹാരദൂതനോട് കൽപ്പിച്ചു, മതി, നിന്റെ കരം പിൻവലിക്കുക. അപ്പോൾ കർത്താവിന്റെ ദൂതൻ ജബൂസ്യനായ ഒർണാന്റെ മെതിക്കളത്തിനരികെ നിൽക്കുകയായിരുന്നു. കർത്താവിന്റെ ദൂതൻ ജെറുസലേമിനെതിരെ വാളൂരി പിടിച്ചുകൊണ്ട് ആകാശത്തിനും ഭൂമിക്കും മധ്യേ നിൽക്കുന്നതാണ് ശിരസ്സുയർത്തിയപ്പോൾ ദാവീദ് കണ്ടത്. ഉടനെ അവനും ശ്രേഷ്ഠന്മാരും ചാക്കുടുത്ത് സാഷ്ടാംഗം വീണു. ദാവീദ് പ്രാർത്ഥിച്ചു, ജനത്തിന്റെ കണക്കെടുക്കാൻ ആജ്ഞാപിച്ചത് ഞാനല്ലേ? ഈ അജഗണം എന്തു ചെയ്തു? എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങയുടെ കരം എനിക്കും എൻ്റെ പിതൃഭവനത്തിനും എതിരെ ആയിരിക്കട്ടെ. അവിടുത്തെ ജനത്തെ മഹാമാരിയിൽ നിന്ന് മോചിപ്പിക്കണമേ. കർത്താവിന്റെ ദൂതൻ ഗാദിനോട് പറഞ്ഞു, ജബൂസ്യനായ ഒർണാന്റെ മെതിക്കളത്തിൽ ചെന്ന് അവിടെ ദൈവമായ കർത്താവിന് ഒരു ബലിപീഠം പണിയാൻ ദാവീദിനോട് പറയുക. കർത്താവിന്റെ നാമത്തിൽ ഗാദ് പറഞ്ഞ വാക്കനുസരിച്ച് ദാവീദ് പുറപ്പെട്ടു. ഒർണാൻ ഗോതമ്പ് മരിച്ചുകൊണ്ടിരിക്കെ തിരിഞ്ഞു നോക്കിയപ്പോൾ ദൂതനെ കണ്ടു. അവനും 4 മക്കളും ഒളിച്ചു കളഞ്ഞു. ദാവീദ് വരുന്നത് കണ്ട് ഒർണാൻ മെതിക്കളത്തിൽ നിന്ന് പുറത്തു വന്ന് നിലം പറ്റി താണു വണങ്ങി. ദാവീദ് അവനോട് പറഞ്ഞു, കർത്താവിനൊരു ബലിപീഠം പണിയാൻ ഈ കളം എനിക്ക് തരിക. അതിന്റെ മുഴുവൻ വിലയും സ്വീകരിച്ചു കൊള്ളുക. ജനത്തിൽ നിന്ന് മഹാമാരി ഒഴിഞ്ഞു പോകട്ടെ. ഒർണാൻ ദാവീദിനോട് പറഞ്ഞു, അങ്ങ് അതെടുത്തുകൊള്ളുക. എൻ്റെ യജമാനനായ രാജാവിന് ഇഷ്ടം പോലെ ചെയ്യാം. ഇതാ, ദഹനബലിക്ക് കാളകളും വിറകിന് മെതിവണ്ടികളും ധാന്യബലിക്ക് ഗോതമ്പും എല്ലാം ഞാൻ വിട്ടുതരുന്നു. ദാവീദ് പറഞ്ഞു, പാടില്ല, മുഴുവൻ വിലയും തന്നേ ഞാൻ വാങ്ങും. നിന്റേതായ ഒന്നും കർത്താവിനായി ഞാൻ എടുക്കുകയില്ല. പണം മുടക്കാതെ ഞാൻ കർത്താവിന് ദഹനബലി അർപ്പിക്കുകയില്ല. ദാവീദ് ആ സ്ഥലത്തിന്റെ വിലയായി 600 ഷെക്കൽ സ്വർണം ഒർണാന് കൊടുത്തു. ദാവീദ് അവിടെ കർത്താവിന് ബലിപീഠം പണിതു. ദഹനബലികളും സമാധാന ബലികളും അർപ്പിച്ച് കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. ആകാശത്തിൽ നിന്ന് ദഹനബലിപീഠത്തിലേക്ക് അഗ്നി അയച്ച് കർത്താവ് അവന് ഉത്തരമരുളി. കർത്താവ് ദൂതനോട് കൽപ്പിച്ചു. അവൻ വാൾ ഉറയിലിട്ടു. ജബൂസ്യനായ ഒർണാന്റെ മെതിക്കളത്തിൽ വെച്ച് കർത്താവ് തനിക്ക് ഉത്തരമരുളിയതിനാൽ ദാവീദ് അവിടെ ബലികൾ അർപ്പിച്ചു. മോശ മരുഭൂമിയിൽ വെച്ച് നിർമ്മിച്ച കർത്താവിന്റെ കൂടാരവും ദഹനബലിപീഠവും അന്ന് ഗിബിയോനിലെ ആരാധന സ്ഥലത്തായിരുന്നു. സംഹാരദൂതന്റെ വാളിനെ ഭയന്നതുകൊണ്ട് ദൈവത്തോട് ആരായുന്നതിന് അവിടെ പോകാൻ ദാവീദിന് കഴിഞ്ഞില്ല. 1 ദിനവൃത്താന്തം അധ്യായം 22. ദാവീദ് പറഞ്ഞു, ഇതാണ് ദൈവമായ കർത്താവിന്റെ ആലയം, ഇസ്രായേലിന്റെ ദഹന ബലിപീഠവും ഇത് തന്നെ. അനന്തരം ഇസ്രായേലിലെ വിദേശികളെ വിളിച്ചുകൂട്ടാൻ ദാവീദ് കൽപ്പിച്ചു. ദേവാലയ നിർമ്മാണത്തിന് കല്ല് ചെത്തിയൊരുക്കാൻ അവൻ കൽപ്പണിക്കാരെ നിയമിച്ചു. പടിവാതിലുകൾക്ക് വേണ്ട ആണിയും വിജാഗിരികളും കൊളുത്തുകളും നിർമ്മിക്കാൻ പിച്ചളയും ഇരുമ്പും അളവില്ലാതെ ശേഖരിച്ചു. സീദോന്യരും ടൈർ നിവാസികളും കൊണ്ടുവന്ന എണ്ണമറ്റ ദേവദാരുക്കളും ദാവീദ് ഒരുക്കി വെച്ചു. അവൻ പറഞ്ഞു, എൻ്റെ മകൻ സോളമൻ യുവാവും അനുഭവസമ്പത്തില്ലാത്തവനുമാണ്. കർത്താവിനായി പണിയാനിരിക്കുന്ന ആലയം എല്ലാ ദേശങ്ങളിലും കീർത്തിയും മഹത്വവും വ്യാപിക്കത്തക്കവണ്ണം അതിമനോഹരമായിരിക്കണം. ആവശ്യമുള്ള സാമഗ്രികൾ ദാവീദ് തന്റെ മരണത്തിന് മുൻപ് ശേഖരിച്ചു വെച്ചു. അവൻ തന്റെ മകൻ സോളമനെ വിളിച്ച് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന് ആലയം പണിയാൻ ചുമതലപ്പെടുത്തി.
ദാവീദ് സോളമനോട് പറഞ്ഞു, മകനെ, എൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിന് ആലയം പണിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ കർത്താവ് എന്നോട് അരുളി ചെയ്തു, നീ ഏറെ രക്തം ചിന്തി ധാരാളം യുദ്ധങ്ങൾ നടത്തി നീ എൻ്റെ മുമ്പിൽ ഇത്രയേറെ രക്തമൊഴുക്കിയതിനാൽ നീ എനിക്ക് ആലയം പണിയുകയില്ല. നിനക്കൊരു പുത്രൻ ജനിക്കും, അവൻ്റെ ഭരണം സമാധാനപൂർണ്ണമായിരിക്കും. ചുറ്റുമുള്ള ശത്രുക്കളിൽ നിന്ന് ഞാൻ അവന് സമാധാനം നൽകും. അവൻ്റെ നാമം സോളമൻ എന്നായിരിക്കും. അവൻ്റെ കാലത്തിന് ശാന്തിയും സമാധാനവും ഞാൻ ഇസ്രായേലിന് നൽകും. അവൻ എൻ്റെ നാമത്തിന് ആലയം പണിയും. അവൻ എനിക്ക് പുത്രനും ഞാൻ അവന് പിതാവുമായിരിക്കും. അവൻ്റെ രാജകീയ സിംഹാസനം ഇസ്രായേലിൽ ഞാൻ എന്നേക്കും സുസ്ഥിരമാക്കും. മകനെ, കർത്താവ് നിന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നിന്നെക്കുറിച്ച് അവിടുന്ന് അരുളി ചെയ്തതുപോലെ നിന്റെ ദൈവമായ കർത്താവിന് ആലയം പണിയുന്നതിൽ നീ വിജയിക്കട്ടെ. ഇസ്രായേലിൻ്റെ ഭരണം അവിടുന്ന് നിന്നെ ഏൽപ്പിക്കുമ്പോൾ നിന്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിന് നിനക്ക് വിവേകവും അറിവും അവിടുന്ന് പ്രദാനം ചെയ്യട്ടെ. കർത്താവ് മോശ വഴി ഇസ്രായേലിന് നൽകിയ കൽപ്പനകളും നിയമങ്ങളും ശ്രദ്ധാപൂർവം പാലിച്ചാൽ നിനക്ക് ഐശ്വര്യമുണ്ടാകും. ശക്തനും ധീരനുമായിരിക്കുക. ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുത്. കർത്താവിൻ്റെ ആലയത്തിന് 1,00,000 താലന്ത് സ്വർണവും 10,00,000 താലന്ത് വെള്ളിയും അളവില്ലാത്ത വിധം പിച്ചളയും ഇരുമ്പും ആവശ്യത്തിനു വേണ്ട കല്ലും മരവും ഞാൻ ക്ലേശം സഹിച്ച് ശേഖരിച്ചിട്ടുണ്ട്. നീ ഇനിയും സംഭരിക്കണം. കല്ലുവെട്ടുകാരും കൽപ്പണിക്കാരും മരപ്പണിക്കാരും സകലവിധ കരകൗശല പണിക്കാരും സ്വർണം, വെള്ളി, പിച്ചള, ഇരുമ്പ് എന്നിവയുടെ പണിയിൽ നിപുണരായ ജോലിക്കാരുമായി ധാരാളം പേർ നിനക്കുണ്ട്. ജോലി ആരംഭിക്കുക. കർത്താവ് നിന്നോടുകൂടി ഉണ്ടായിരിക്കട്ടെ. പുത്രൻ സോളമനെ സഹായിക്കാൻ ഇസ്രായേലിലെ എല്ലാ നായകന്മാരോടും ദാവീദ് കൽപ്പിച്ചു. അവൻ പറഞ്ഞു, നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ കൂടെയില്ലേ? നിങ്ങൾക്ക് പൂർണ്ണമായ സമാധാനം അവിടുന്ന് നൽകിയില്ലേ? അവിടുന്ന് ദേശനിവാസികളെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ദേശം മുഴുവനും കർത്താവിനും അവിടുത്തെ ജനത്തിനും കീഴടങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ അന്വേഷിക്കാൻ ഹൃദയവും മനസ്സും ഒരുക്കുവിൻ. കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകവും ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട വിശുദ്ധ ഉപകരണങ്ങളും സ്ഥാപിക്കാൻ കർത്താവിൻ്റെ നാമത്തിന് ആലയം നിർമ്മിക്കുവിൻ. 1 ദിനവൃത്താന്തം അധ്യായം 23. ദാവീദ് അതിവൃദ്ധനായപ്പോൾ പുത്രൻ സോളമനെ ഇസ്രായേലിന്റെ രാജാവാക്കി. ദാവീദ് ഇസ്രായേലിലെ എല്ലാ നായകന്മാരെയും പുരോഹിതന്മാരെയും ലേവ്യരെയും വിളിച്ചുകൂട്ടി. 30 അതിൽ കൂടുതലും വയസ്സുള്ള ലേവ്യരുടെ കണക്കെടുത്തു. ആകെ 38,000 പേരുണ്ടായിരുന്നു. അവരിൽ 24,000 പേരെ ദേവാലയ ശുശ്രൂഷകരായും 6,000 പേരെ കാര്യവിചാരകരും ന്യായാധിപന്മാരുമായും ദാവീദ് നിയമിച്ചു. 4,000 പേരെ വാതിൽ കാക്കുന്നതിനും 4,000 പേരെ താൻ നിർമ്മിച്ച വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ച് കർത്താവിന് സ്തുതി പാടുന്നതിനായി നിയോഗിച്ചു. അനന്തരം ദാവീദ് അവരെ ഗർശോം, കൊഹാത്ത്, മെറാറി എന്നിങ്ങനെ കുലക്രമത്തിൽ ഗണം തിരിച്ചു. ഗർശോമിന്റെ പുത്രന്മാർ ലാദാൻ, ഷിമേയും. ലാദാന്റെ പുത്രന്മാർ പ്രമുഖനായ യഹിയേലും സേഥാം, ജോയൽ എന്നിവരും. ഷിമയുടെ പുത്രന്മാർ ഷെലോമോത്ത്, ഹസിയേൽ, ഹാരാൻ എന്ന് 3 പേർ. ലാദാന്റെ കുലത്തലവന്മാർ ഇവരായിരുന്നു. യാഹാത്ത്, സീസ, യവൂഷ്, ബെറിയാം എന്ന് 4 പേരും ഷിമയുടെ പുത്രന്മാർ. യാഹാത്ത് ഒന്നാമനും സീസ രണ്ടാമനുമായിരുന്നു. യവൂഷിനും ബെറിയായ്ക്കും അധികം പുത്രന്മാർ ഇല്ലായിരുന്നു. അതുകൊണ്ട് അവർ ഒറ്റ വംശമായി കരുതപ്പെട്ടു. കൊഹാത്തിന്റെ പുത്രന്മാർ അമ്രാം, ഇസ്ഹാർ, ഹെബ്രോൻ, ഉസിയേൽ എന്നിവർ 4 പേർ. അഹറോനും മോശയും അമ്രാമിന്റെ പുത്രന്മാരാണ്. അതിവിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ നടത്താനും കർത്താവിന് മുൻപാകെ ധൂപം അർപ്പിക്കാനും അവിടുത്തെ നാമത്തെ സ്തുതിക്കാനും അഹ്റോനും പുത്രന്മാരും നിയോഗിക്കപ്പെട്ടു. ദൈവപുരുഷനായ മോശയുടെ പുത്രന്മാർ ലേവി ഗോത്രത്തിൽപ്പെടുന്നു. മോശയുടെ പുത്രന്മാർ ഗർഷോം, എലിയേസർ. നഗർഷോമിന്റെ പുത്രന്മാരിൽ പ്രമുഖൻ ഷെമുവേൽ. എലിയേസിന്റെ പുത്രൻ റഹാബിയ. എലിയേസറിന് വേറെ പുത്രന്മാരില്ലായിരുന്നു, എന്നാൽ റഹാബിയായ്ക്ക് ധാരാളം പുത്രന്മാരുണ്ടായിരുന്നു. ഇസ്ഹാറിന്റെ പുത്രന്മാരിൽ ഒന്നാമൻ ഷെലോമിത്ത്. ഹെബ്രോണിന്റെ പുത്രന്മാർ പ്രായക്രമത്തിൽ ജെറിയ, അമരിയ, യഹസിയേൽ, യക്കാമെയ. ഉസിയലിന്റെ പുത്രന്മാർ ഒന്നാമൻ മിഖ, രണ്ടാമൻ ഇസിയ. മെറാറിയുടെ പുത്രന്മാർ മഹ്ലി, മൂഷി. മഹ്ലിയുടെ പുത്രന്മാർ എലയാസർ, കിഷ്. എലയാസറിന് പുത്രന്മാർ ഇല്ലായിരുന്നു, പുത്രിമാരെ ഉണ്ടായിരുന്നുള്ളൂ. കിഷിന്റെ പുത്രന്മാരായ അവരുടെ ചാർച്ചക്കാർ അവരെ വിവാഹം ചെയ്തു. മൂഷിയുടെ പുത്രന്മാർ മഹ്ലി, ഏദർ, യെറേമോത്ത് എന്ന് 3 പേർ. ഇവരാണ് കുലവും കുടുംബവും അനുസരിച്ച് വംശാവലിയിൽ പേര് ചേർത്ത ലേവി സന്തതികൾ. 20 അതിനുമേലും വയസ്സുള്ള ഇവർ ദേവാലയ ശുശ്രൂഷയിൽ പങ്കെടുത്തു. ദാവീദ് പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് തന്റെ ജനത്തിന് സമാധാനം നൽകി. അവിടുന്ന് ജെറുസലേമിൽ നിത്യമായി വസിക്കുന്നു. ആകയാൽ ലേവ്യർക്ക് ഇനി പേടകവും അതിലെ ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങളും വഹിക്കേണ്ടതില്ല. ദാവീദിന്റെ അന്ത്യശാസനം അനുസരിച്ച് ലേവി പുത്രന്മാരിൽ 20 അതിനുമേലും വയസ്സുള്ളവർ ദേവാലയ ശുശ്രൂഷയ്ക്ക് പേരെഴുതിച്ചു. ഇവർ ദേവാലയ ശുശ്രൂഷയിൽ അങ്കണവും അറകളും സൂക്ഷിക്കുക, വിശുദ്ധ വസ്തുക്കൾ ശുദ്ധീകരിക്കുക, ദേവാലയത്തിലെ മറ്റു ശുശ്രൂഷകൾ ചെയ്യുക എന്നിവയിൽ അഹ്റോന്റെ പുത്രന്മാരെ സഹായിക്കേണ്ടതാണ്. തിരുസാന്നിധ്യ അപ്പം, ധാന്യബലിക്കുള്ള മാവ്, പുളിപ്പില്ലാത്ത അപ്പം, കാഴ്ചയർപ്പിക്കാനുള്ള ചുട്ടെടുത്ത അപ്പം, എണ്ണ ചേർത്ത കാഴ്ചയർപ്പിക്കാനുള്ള ചുട്ടെടുത്ത അപ്പം, എണ്ണ ചേർത്ത കാഴ്ചവസ്തുക്കൾ എന്നിവയും അവയുടെ അളവുകളും ഇവരുടെ ചുമതലയായിരുന്നു. പ്രഭാതത്തിലും പ്രദോഷത്തിലും ലേവ്യർ കർത്താവിനെ പാടി സ്തുതിക്കണം.
സാപത്തിലും അമാവാസിയിലും മറ്റു തിരുനാളുകളിലും ദഹനബലി അർപ്പിക്കുമ്പോഴും ഇവർ നിശ്ചയിക്കപ്പെട്ടിടത്തോളം പേർ അങ്ങനെ ചെയ്യണം. സമാഗമ കൂടാരത്തിന്റെയും വിശുദ്ധ സ്ഥലത്തിന്റെയും ചുമതല വഹിക്കുകയും കർത്താവിന്റെ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന തങ്ങളുടെ ചാർച്ചക്കാരായ അഹറോന്റെ പുത്രന്മാരെ സഹായിക്കുകയും ചെയ്യണം. 1 ദിനവൃത്താന്തം അധ്യായം 24. അഹ്റോൻ കുടുംബത്തിന്റെ ശാഖകൾ ഇവയാണ്. അഹ്റോന്റെ പുത്രന്മാർ നാദാബ്, അബീഹു, എലയാസർ, ഇത്താമർ. നാദാബും അബീഹുവും പിതാവിന് മുൻപേ മരിച്ചു. അവർക്ക് മക്കളില്ലായിരുന്നു. അതുകൊണ്ട് എലയാസറും ഇത്താമറും പുരോഹിതന്മാരായി. അഹ്റോന്റെ സന്തതികളെ ദാവീദ് ശുശ്രൂഷയുടെ ക്രമമനുസരിച്ച് എലയാസർ കുടുംബത്തിന്റെ തലവനായ സാദോക്കിന്റെയും ഇത്താമർ കുടുംബത്തിന്റെ തലവനായ അഹിമേലെക്കിന്റെയും സഹായത്തോടെ ഗണം തിരിച്ചു. ഇത്താമർ കുടുംബത്തിലുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ നായകന്മാർ എലയാസർ കുടുംബത്തിലുണ്ടായിരുന്നതിനാൽ എലയാസറിന്റെ പിൻഗാമികളെ 16 ഗണങ്ങളായും ഇത്താമറിന്റെ പിൻഗാമികളെ 8 ഗണങ്ങളായും തിരിച്ചു. ഇരുവിഭാഗത്തിലും ദേവാലയ ശുശ്രൂഷകന്മാരും ആധ്യാത്മിക നേതാക്കന്മാരും ഉണ്ടായിരുന്നതുകൊണ്ട് കുറിയിട്ടാണ് അവരെ തിരഞ്ഞെടുത്തത്. രാജാവ്, പ്രഭുക്കന്മാർ, പുരോഹിതനായ സാദോക്ക്, അബിയാദറിന്റെ മകൻ അഹിമേലെക്ക്, പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും പിതൃകുല തലവന്മാർ എന്നിവരുടെ മുൻപാകെ ലേവ്യനായ നെഥാനലിന്റെ പുത്രനും നടപടിയെഴുത്തുകാരനുമായ ശെമയ എലയാസറിന്റെയും ഇത്താമറിന്റെയും കുലങ്ങൾക്ക് വീണ കുറികൾ രേഖപ്പെടുത്തി. നറുക്ക് വീണതനുസരിച്ച് ഒന്നാമൻ ഹോയാറബ്, രണ്ടാമൻ യദായ, മൂന്നാമൻ ഹാരിം, നാലാമൻ സെവോരിം, അഞ്ചാമൻ മൽക്കിയ, ആറാമൻ മിയാമിൻ, ഏഴാമൻ ഹക്കോസ്, എട്ടാമൻ അബിയ, ഒൻപതാമൻ യശുവ, പത്താമൻ ഷെക്കനിയ, 11-ാമൻ ഏലിയാഷിബ്, 12-ാമൻ യാക്കീം, 13-ാമൻ ഹുപ്പ, 16-ാമൻ യെഷബെയാബ്, 15-ാമൻ ബിൽഗ, 16-ാമൻ ഇമ്മർ, 17-ാമൻ ഹെസിർ, 18-ാമൻ ഹപ്പിസെസ്, 19-ാമൻ ബെത്താഹിയ, 20-ാമൻ യഹസ്കേൽ, 21-ാമൻ യാക്കിൻ, 22-ാമൻ ഗാമുൽ, 23-ാമൻ ദലായ, 24-ാമൻ മാസിയ. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അവരുടെ പിതാവായ അഹ്റോൻ നിശ്ചയിച്ച ക്രമമനുസരിച്ച് ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യാൻ അവർ വരേണ്ടിയിരുന്നു. ലേവിയുടെ മറ്റു പുത്രന്മാർ: അമ്രാമിന്റെ മക്കളിൽ ശുബായേൽ, അവന്റെ മക്കളിൽ യഹ്ദയ, രഹാബിയായുടെ മക്കളിൽ പ്രമുഖനായ ഇഷിമ, ഇസ്ഹാര്യരിൽ ഷെലയാത്ത്, അവന്റെ മക്കളിൽ യാഹദ്. ഹെബ്രോണിന്റെ പുത്രന്മാർ പ്രായക്രമത്തിൽ യെറിയ, അമരിയ, യഹസിയേൽ, യെക്കാമെയ. ഉസിയേലിന്റെ പുത്രന്മാർ മിഖ, അവന്റെ മക്കളിൽ ഷെമീർ, മിഖായുടെ സഹോദരൻ ഇഷിയ, അവന്റെ മക്കളിൽ സഖറിയ. മെറാറിയുടെ പുത്രന്മാർ മെഹലി, മൂഷി, യാസിയ. മെറാറിയുടെ പുത്രനായ യാസിയായുടെ പുത്രന്മാർ ഷോഹാം, സക്കൂർ, ഇബ്രി. മെഹ്ലിയുടെ പുത്രൻ എലയാസർ, അവന് മക്കളില്ലായിരുന്നു. കിഷിന്റെ പുത്രൻ യറഹ്മേൽ. മൂഷിയുടെ പുത്രന്മാർ മെഹ്ലി, ഏദർ, യെരിമോത്ത്. ലേവി പുത്രന്മാർ കുടുംബക്രമത്തിൽ ഇവരാണ്. കുടുംബത്തലവന്മാരായ ഇവരും ചാർച്ചക്കാരായ അഹ്റോന്റെ പുത്രന്മാരെ പോലെ ദാവീദ് രാജാവിന്റെയും സാദോക്കിന്റെയും അഹിമേലെക്കിന്റെ പുരോഹിത വംശത്തിലെ പിതൃഗോത്ര തലവന്മാരുടെയും ലേവി വംശത്തിലെ ഗോത്രപിതാക്കന്മാരുടെ മുൻപിൽ വലുപ്പച്ചെറുപ്പ് ഭേദമന്യേ നറുക്കിട്ടു.